ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇന്നലെ ഈ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന്റേതായി വന്ന അഭിപ്രായത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകും. അവർ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുക മാത്രമാണ് ചെയ്തത്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ മാധ്യമങ്ങൾക്കോ ഒക്കെ അവരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാനൊന്നും അവർ തയ്യാറായിട്ടില്ല. ഒറ്റ വാർത്താക്കുറിപ്പിൽ അവർ ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന വിവരം, ഈ മാർക്കോ സിനിമയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് മാർക്കോ സിനിമയാണ്. മാർക്കോ സിനിമയ്ക്ക് ടെലിവിഷൻ പ്രദർശനാനുമതി നൽകേണ്ട എന്നുള്ളതാണ് ഈ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിന്റെ റീജിയണൽ കമ്മിറ്റിയുടെ തീരുമാനം. ഈ ടെലിവിഷൻ പ്രദർശനാനുമതി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ OTT-യിൽ ഓൾറെഡി ആ സിനിമ ഉണ്ടല്ലോ. ആൾക്കാർ പലരും പല ദിവസങ്ങളിൽ അത് ഇത്രയും ദിവസങ്ങളായി കണ്ടിട്ടുണ്ട്. ഞാനത് കാണില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച ഒരു സിനിമയാണ്. അതുപോലെ തന്നെ മറ്റൊരു സിനിമ ഇന്നലെ ഒരാള്, ഞാൻ സോഷ്യൽ മീഡിയ വഴി കണ്ടൊരു വീഡിയോ ആണ്. ഞാൻ ആ സിനിമ കണ്ടില്ല. അത് കണ്ട പലരും എന്നോട് പറഞ്ഞു, ദയവ് ഇത് കാണാൻ പോകരുത്. അതിന്റെ പ്രീമിയർ ഷോയ്ക്ക് എന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, വെരി സോറി, ഇത്തരം വയലൻസ് സിനിമ പണ്ടും എനിക്കിഷ്ടമല്ല, ഇനിയും ഞാനത് കാണില്ല. കാരണം അവിടെ ഇരുന്ന് ഒരു അറപ്പുള്ള മുഖത്തോടുകൂടെ, ഭയത്തോടുകൂടി അല്ല നമ്മൾ സിനിമ കാണേണ്ടത്. നമ്മൾ സിനിമ കാണേണ്ടത് എന്താണ്? നമുക്ക് ഒരു എന്റർടൈൻമെന്റ്, ഒരു മാനസികമായിട്ടുള്ള ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഒരു സിനിമയ്ക്ക് പോകുന്നത്. ഇത് അവിടെ ചെന്നിട്ടും ഈ മയക്കുമരുന്നും കഞ്ചാവും ഇഞ്ചക്ഷനും മറ്റതും മറിച്ചതും അതിന്റെ കൂടെ ഈ പറയുന്ന വയലൻസും ഇതെല്ലാം പോയി ഇത്രയും മനസ്സിനെ ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എന്തിനാണ് മനുഷ്യനെ കൊണ്ടുപോകുന്നത്? മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ച ഒരു വിഷയമല്ല. എന്റെ പേഴ്സണലി ഞാൻ പറയുന്ന ഇത്തരം സിനിമകൾ വളരെ കർശനമായി നിരോധിക്കേണ്ടതാണ്. സെൻസർ ബോർഡ് വളരെ ഗൗരവത്തോടു കൂടി അത് കാണുക തന്നെ വേണം. ഇപ്പൊ ഇന്നലെ പറയുന്നതായിട്ട് ഒരു സിനിമയിൽ, ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ സിനിമയാണ്, ഗർഭിണിയുടെ ഒരു സ്ത്രീയെ ചവിട്ടാൻ പോകുമ്പോ ആ കഥാപാത്രം പറയുന്നു, ഞാൻ ഗർഭിണിയാണ്. ആ സിനിമയിൽ അവർ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം, അവർ വളരെ ക്രൂരമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കാം. ഞാൻ കണ്ടില്ല ആ സിനിമ. അങ്ങനെയാണെങ്കിൽ പോലും ഒരു ഗർഭിണിയുടെ വയറ്റിൽ ചവിട്ടുന്ന ഇതൊക്കെ എങ്ങനെയാണ് സെൻസർ ഇത് പുറത്തു വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പണ്ട് സിനിമയില് ഇപ്പൊ ബാലൻ കെ നായർ, ജോസ് പ്രകാശ്, TG രവി ഇങ്ങനെയുള്ളവർ വില്ലൻ കഥാപാത്രങ്ങൾ അഭിനയിക്കുമ്പോൾ സമൂഹത്തിലേക്ക് അവർ ഇറങ്ങി വരുമ്പോ ഇവരോട് സംസാരിക്കാൻ ആളുകൾക്ക് ഭയമായിരുന്നു. അയ്യോ എന്റെ അമ്മോ അയാൾ വരുന്നു എന്ന് വെച്ചാൽ അയാൾ ബേസിക്കലി അങ്ങനെയാണ് എന്നാണ് ജനം ധരിച്ചിരുന്നത്. TG രവിയേട്ടൻ ഈയിടെ സംസാരിച്ചപ്പോ കൂടി പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഏതോ ഒരു ഇന്റർവ്യൂവിന്റെ താഴെ ആളുകൾ, പണ്ടൊക്കെ നീ ഇങ്ങനെ കുറെ വൃത്തികേട് കാണിച്ചിട്ടുള്ളവനല്ലടാ, അദ്ദേഹം ആക്ടറാണ്. അപ്പൊ അദ്ദേഹം പറയും, ഞാൻ ചിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? നായകൻ തന്നെയാണ് ഈ അതിക്രമങ്ങളെല്ലാം കാണിക്കുന്നത്, എന്നിട്ട് ആളുകളുടെ കയ്യടി വാങ്ങിക്കുന്നു. ഭയങ്കര ഹീറോയിസമാണിത്. ഇത് സമൂഹത്തെ ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 100% സമൂഹത്തെ സിനിമ സ്വാധീനിക്കുന്നു എന്ന് ഞാൻ പറയില്ല. പക്ഷേ 1% പോലും ഒരാൾക്ക് പോലും അതൊരു റോൾ മോഡലോ അല്ലെങ്കിൽ സ്വാധീനമോ ഉണ്ടാകാൻ പാടില്ല. അതാണ് എന്നെ സംബന്ധിച്ച്. അതായത് ഇപ്പൊ ഒരാള് അതിക്രമം കാണിച്ചു, തല്ലി, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഒരു ക്രൂരത എന്ന് പറയുന്നത് എന്താണ്? തോക്കെടുത്ത് വെടിവെക്കുക. അതായിരുന്നു പണ്ട് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് കത്തിയെടുത്ത് കുത്തുന്ന അതിലേക്ക് പോയി. ഇന്നിപ്പോ എന്താണ്? കഷണം കഷണമായി വെട്ടുന്നു, ചവിട്ടുന്നു, എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഭയങ്കര ഭയങ്കര മോശമാണ്. നമ്മൾ സിനിമാക്കാർക്കും ഈ സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഈ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ പറയുന്ന ഒരു കാര്യം, അവർ ഇത്തരത്തിലുള്ള ഈ വയലൻസ് ഉള്ള സിനിമകൾക്ക് അത്തരത്തിലുള്ള തീം പ്രചോദനം ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ അതിനുള്ള തീം കിട്ടുന്നത് ഈ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് എന്ന മറുവാദവും അവർ ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളൊരു ആർഗ്യുമെന്റിന് പറയാമെന്ന് മാത്രം. ഇപ്പൊ സിബി മലയിൽ സാറിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ ഇന്ന് രാവിലെ കണ്ടല്ലോ. സിബി മലയിൽ സാർ പറയുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും അദ്ദേഹം ഈ പറഞ്ഞ നേരത്തെ എനിക്ക് തോന്നുന്നു ഈ ബാൻ ചെയ്ത സിനിമ തന്നെയാണെന്ന് തോന്നുന്നു. അദ്ദേഹം അത് കാണാൻ പോയപ്പോ +2 പഠിക്കുന്ന കുട്ടികൾ ആ സിനിമ കണ്ടിട്ട് അവരെടുത്ത് പടം എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോ സെറ്റാണ്, ഇനി അടുത്ത ഷോ കൂടെ ഞങ്ങൾ കാണാൻ പോവുകയാണ് എന്ന് പറയാ. +2 പഠിക്കുന്ന കുട്ടികൾ. ആക്ച്വലി അത് A സർട്ടിഫിക്കറ്റ് ആണ്. ആ കുട്ടികൾക്ക് അവിടെ കയറി കാണാൻ പാടില്ലാത്തതാണ്.
പക്ഷേ അവരെ ചോദിക്കാൻ വിചാരിക്കുകയായിരുന്നു. കാരണം 18 വയസ്സിന് താഴെ ഉള്ള കുട്ടികൾ ഈ സിനിമ കാണാൻ പാടില്ല എന്നറിയാമെങ്കിലും യൂണിഫോമിലടക്കം കുട്ടികൾ അവിടെ പോകുന്ന സമയത്ത് അതിന് ഒരു വിലക്കുമില്ല. അത് പേപ്പറിൽ മാത്രം അവശേഷിക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും ഇത് പലപ്പോഴും സംഭവിക്കുന്നുണ്ട്, പണ്ടും സംഭവിക്കുന്നുണ്ട്. ആക്ച്വലി സെൻസർ ബോർഡിലുള്ളവർ തിയേറ്ററിൽ പോയി ഇത് നിരീക്ഷണം നടത്തണം എന്ന് നിയമമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സിനിമ നിർത്തണം എന്നാണ് സെൻസർ ബോർഡിന്റെ ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം സെൻസർ ബോർഡിൽ ഞാൻ ഏകദേശം 4-5 വർഷം അംഗമായിരുന്ന ഒരു വ്യക്തിയാണ്. ആദ്യം നമുക്ക് അവരൊരു സൈൻ ചെയ്യാൻ തരുന്നുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ സിനിമ സെൻസർ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ തിയേറ്ററിൽ പോയി അത് നിരീക്ഷണം നടത്തണം. അത് നമ്മളൊക്കെ എത്രയോ സിനിമ അതുപോലെ കണ്ടിട്ട് നമ്മൾ പരാതി പറഞ്ഞിട്ടുണ്ട്. അത്തരം സിനിമകൾ തിയേറ്ററിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള നമുക്ക് അതിനുള്ള അധികാരമുണ്ട്. അപ്പൊ ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല. നിയമങ്ങളൊന്നും തന്നെ ഇവിടെ അതിൽ എഴുതി വെക്കുന്നത് വെറും ഒരു കടലാസ് നിയമങ്ങൾ മാത്രമായി പോയിക്കൊണ്ടിരിക്കുകയാണ്.